ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളും അതുകൂടാതെ ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ പാത്രപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. അജ്ഞാതവാസി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5ലാണ് ഈ ഒരു സിനിമ കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആക്ഷൻ ത്രില്ലർ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ് എന്ന സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് അവൈലബിൾ ആണ്. അടുത്തൊരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. പ്ലെയിൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം, ഐറ്റ്യൂൺസ്, യൂട്യൂബ് എന്നീ OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്. ക്രിമിനൽ ജസ്റ്റിസ് എ ഫാമിലി മാറ്റർ എന്നാണ് സിനിമയുടെ പേര്, സീരീസിന്റെ പേര് വരുന്നത്. ഒരു ക്രൈം ഡ്രാമ മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. പങ്കജ് ത്രിപാഠി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. റിലീസ് ചെയ്യുന്ന സമയത്ത് മൾട്ടി ഓഡിയോ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. അടുത്തൊരു ഫാമിലി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. നിയർ കുടൈ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നിയർ കുടൈ ദേവയാനിക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ആഹാ തമിഴ് വഴി ഈ സിനിമ മെയ് മാസം 30-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്ത നമ്മുടെ ശശികുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ടൂറിസ്റ്റ് ഫാമിലി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഒരു തമിഴ് ഫീൽ ഗുഡ് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാർ വഴി ജൂൺ മാസം 2-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. ഈ സിനിമയുടെ ലോ ക്വാളിറ്റി പ്രിന്റ് ഇതിനു മുമ്പേ തന്നെ ലീക്കാക്കപ്പെട്ടിരുന്നു. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഈ ഒരു സിനിമ. അടുത്തൊരു മലയാളത്തിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു സീരീസ് ആണ്. ഒരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന മലയാള സീരീസ് ആണ്. കേരള ക്രൈം ഫയൽസ് സീസൺ 2 എന്ന് പറഞ്ഞ സീരീസ്. ഈ ഒരു സീരീസിന്റെ ട്രെയിലർ ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ സിനിമയുടെ ഈ സീരീസിന്റെ റിലീസ് ഡേറ്റ് കൂടി അവർ പ്രഖ്യാപിക്കുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ കമ്മിങ് സൂൺ പോസ്റ്റർ മാത്രമാണ് ഇപ്പോഴും ട്രെയിലറിന്റെ കൂടെ അവർ പുറത്തുവിട്ടിട്ടുള്ളത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് എന്തായാലും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അടുത്ത് പറഞ്ഞാൽ നെക്സ്റ്റ് മന്ത്, അതായത് ജൂൺ മാസത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് നാനി പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഹിറ്റ് ചാപ്റ്റർ 3 എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ തെലുങ്ക് ഭാഷ കൂടാതെ തമിഴ്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം, അതായത് മെയ് മാസം 29-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്ത നമ്മുടെ ദിലീപേട്ടൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആര് സ്വന്തമാക്കി എന്ന് റിലീസ് ചെയ്യാനുള്ള പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മനോരമ മാക്സ്, ആമസോൺ പ്രൈം, സിംപ്ലി സൗത്ത് എന്നീ OTT പ്ലാറ്റ്ഫോമുകളാണ് ഈ സിനിമയുടെ ഒഫീഷ്യൽ എന്താ പറയുക OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ള ഒരു അൺഒഫീഷ്യൽ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ജൂൺ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ ജൂലൈ മാസം ആദ്യത്തോടു കൂടി ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. തിയേറ്റർ 20 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി എന്തായാലും വിജയത്തിലേക്കാണ് ഈ ഒരു സിനിമ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് ഒരു മലയാള സിനിമയാണ്. ഒരു അഡ്വഞ്ചർ ഡ്രാമ ത്രില്ലർ പാത്രപ്പെട്ട സിനിമയാണ് ബിഗ് ബെൻ എന്ന് പറഞ്ഞ സിനിമ. സൺഡെക്സ് OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. ഇതിനു മുമ്പേ തന്നെ കഴിഞ്ഞ ദിവസം ഫ്ലവർ TVയിലും ഈ ഒരു സിനിമ TV പ്രീമിയർ ആയിട്ട് വന്നിരുന്നു. അതിനുശേഷമാണ് OTT റിലീസ് ചെയ്യുന്നത്. മെയ് മാസം 30-ാം തീയതി സൺഡെക്സിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തതും ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത് അപ്ഡേറ്റുകളുമായിട്ടുള്ളത്. ഈ ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്, ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്രയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.